1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ വയോജന ഗ്രാമസഭ ചേർന്നു. യോഗത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ അംഗങ്ങൾ വയോജനങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് പഞ്ചായത്തിന്റേതെന്നും വിമർശനമുയർന്നു. കഴിഞ്ഞയാഴ്ച വയോജന ഗ്രാമസഭ ചേർന്നിരുന്നെങ്കിലും ക്വാറം തികയാത്തതിനെ തുടർന്നാണ് ശനിയാഴ്ച വീണ്ടും ഗ്രാമസഭായോഗം ചേർന്നത്. അകമ്പാടം വനിതാ ബാങ്ക് പരിസരത്ത് നടന്ന വയോജന ഗ്രാമസഭയിൽ പങ്കെടുത്തത് 100-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2000-ലേറെ വയോജനങ്ങളുള്ള പഞ്ചായത്തിലാണ് ക്വാറം തികയാത്തതിനെ തുടർന്ന് വീണ്ടും നടത്തിയ ഗ്രാമസഭയിലും അംഗങ്ങൾ പരിമിതമായത്. വയോജന ഗ്രാമസഭയിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉൾപ്പെടെ പങ്കെടുത്തത് 4 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മാത്രം. 7 ഗ്രാമസഭകൾ ശനിയാഴ്ച നടക്കുന്നതിനാലാണ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുക്കാത്തതെന്നാണ് അധികൃതരുടെ മറുപടി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഒരു ജീവനക്കാരനും എത്താത്തതിലും വയോജന ഗ്രാമസഭയിൽ വിമർശനമുയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വയോജനങ്ങൾക്കായി 19 ലക്ഷം രൂപ നീക്കിവച്ചതായി പഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു. ഓരോ വകുപ്പിലും എത്ര ചിലവഴിച്ചുവെന്ന ചോദ്യത്തിന് അറിയില്ലെന്നായിരുന്നു മറുപടി. വയോജന ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് അംഗങ്ങളെ അറിയിക്കുന്നതിന് നോട്ടീസ് അടിച്ചോ എന്ന ചോദ്യത്തിനും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മറുപടി നൽകിയില്ല. അകമ്പാടം മദ്രസയിലായിരുന്നു പഞ്ചായത്ത് അധികൃതർ വയോജന ഗ്രാമസഭ നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവിടെ മുൻ നിശ്ചയപ്രകാരം വിവാഹ സൽക്കാരം നടക്കുന്നതിനാലാണ് വനിതാ ബാങ്ക് പരിസരത്തേക്ക് ഗ്രാമസഭ മാറ്റിയത്. ഇതിനെയും അംഗങ്ങൾ വിമർശിച്ചു. മദ്രസ അധികൃതരോട് ചോദിക്കാതെ പഞ്ചായത്ത് അധികൃതർ സ്വയം നടത്തിയ പ്രഖ്യാപനമായിരുന്നു വയോജന ഗ്രാമസഭ അകമ്പാടം മദ്രസയിൽ നടത്തുമെന്നത്. വയോജന ഗ്രാമസഭ വിളിച്ച ശേഷം യോഗത്തിൽ മറുപടി നൽകേണ്ട സെക്രട്ടറി ഉൾപ്പെടെ ഹാജരാവാതിരുന്നത് വയോജനങ്ങളോട് പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയാണെന്ന് വയോജന കൂട്ടായ്മയായ ഗ്രാൻമയുടെ ഭാരവാഹിയും പ്രഥമ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PT ഉമർ പറഞ്ഞു. വയോജന ഗ്രാമസഭ അതെല്ലാം ചട്ടപ്പടി നടക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഗൗരവത്തോടുകൂടി ഈ വിഷയം ചർച്ച ചെയ്തതിന് പങ്കാളികളാകേണ്ട വയോജനങ്ങളെ കൃത്യമായി വിവരം അറിയിച്ച് നടത്തുന്നതിന് പകരം അവ്യക്തമായ തീരുമാനങ്ങളും അവ്യക്തമായ സ്ഥലങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന സ്ഥിതിക്കാണ് ഗ്രാമസഭകൾ ഇന്നത്തെ നടന്നത്. ഈ ഗ്രാമസഭയിൽ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ വയോജനങ്ങൾക്ക് ആശ്വാസകരമല്ലാത്ത പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് പകരം അത് നല്ല രീതിയിൽ നടപ്പാക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഗൗരവമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് പങ്കെടുക്കുന്ന യോഗത്തിൽ സെക്രട്ടറി പങ്കെടുത്തിട്ടില്ല. സെക്രട്ടറി അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു ഉദ്യോഗസ്ഥൻ എന്താണ് പ്രോഗ്രാം എന്താണെന്നുള്ള കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടി അടക്കം പങ്കെടുത്തിട്ടില്ല. വലിയ രീതിയിൽ അവഗണിക്കപ്പെടുന്ന രീതിയിലാണ് ഈ പദ്ധതി നടത്തിയത്. തീർച്ചയായിട്ടും വയോജനങ്ങളെ അപമാനിക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഇവിടുത്തെ യോഗം തന്നെ സംഘടിപ്പിക്കുന്നത്. കാരണം സെക്രട്ടറി വേറെ വഴിക്ക് പോയി എന്ന് പറയുന്നത് അയാൾക്ക് കമ്മീഷൻ കിട്ടുന്ന ആർക്കും വേറെ ഉണ്ടാകാം, അതിന് പോയില്ല. അല്ലാതെ ഈ വയോജന ഗ്രാമസഭയിൽ വന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കാര്യം ശുഷ്കാന്ത് കാണിച്ചു. ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിയിലെ 14 അംഗങ്ങൾ മനസ്സുവെച്ചിരുന്നുവെങ്കിൽ വയോജന ഗ്രാമസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ എത്തിക്കാൻ കഴിയുമായിരുന്നു. ജനറൽ ഗ്രാമസഭകൾ നടക്കാത്ത ഒരു ദിവസമായിരുന്നു വയോജന ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടിയിരുന്നത്. വയോജനങ്ങളെ ചേർത്തുപിടിക്കാനും അവർക്കായി പ്രത്യേക ഗ്രാമസഭകൾ ചേർത്ത് ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരാനും നടപ്പാക്കാനും സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുമ്പോഴാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങളുടെ പ്രശ്നത്തിൽ അലംഭാവം തുടരുന്നത്. വയോജനങ്ങൾക്കായി ഒരു പകൽ വീട് പോലും പഞ്ചായത്തിലില്ല. വയോജനങ്ങൾക്കായി സർക്കാർ നൽകുന്ന ഫണ്ടിൽ കുറയാതെ നീക്കിവെക്കണമെന്നും നിബന്ധനയുണ്ട്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.